മലയാളത്തിൽ ഒരു കാലഘട്ടത്തിലെ ഒട്ടുമിക്ക പ്രഗത്ഭരായ സംവിധായകരോടൊപ്പം സിനിമയിൽ ജയറാം അഭിനയിച്ചിട്ടുണ്ട്. കുടുംബ പ്രേക്ഷകർക്ക് ജയറാമിനെ പ്രിയങ്കരനാക്കിയതിൽ സംവിധായകൻ രാജസേനന് വലിയ പങ്കുണ്ട്. നിരവധി സിനിമകളിൽ ഇവർ ഒരുമിച്ച് പ്രവർത്തിച്ചു. എന്നാൽ ഒരു ഘട്ടത്തിൽ ജയറാം രാജസേനൻ കൂട്ടുകെട്ട് അവസാനിച്ചു. ജയറാമിനെ വിമർശിച്ചുകൊണ്ട് രാജസേനൻ ചില അഭിമുഖങ്ങളിൽ സംസാരിക്കുകയുണ്ടായി. എന്നാൽ ജയറാം മൗനം പാലിച്ചു. ഇപ്പോഴത്തെ ജയറാമിനെ കുറിച്ച് രാജസേനൻ പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത്. ജയറാമുമായി സൗഹൃദം തുടങ്ങിയ നാളിനെ കുറിച്ചും പിന്നീട് അകന്നതിനെ കുറിച്ചുമാണ് രാജസേനൻ ഒരിക്കൽ അമൃത ടിവിയോട് സംസാരിച്ചത്. ചെന്നൈയിൽ ഓരോ പ്രൊജക്ടുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കവേ നാനാ വീക്കിലിയിൽ ഒരു കുറിപ്പ് വന്നു. പത്മരാജന്റെ സിനിമയിൽ പുതിയ നടൻ ജയറാം നായകനാകുന്നു എന്ന്. ഞാൻ നോക്കിയപ്പോൾ കൊള്ളാം. അന്ന് പുള്ളി മെലിഞ്ഞിട്ടാണ്. ഞാൻ ഒരു ഇല്ലന്റ് എഴുത്തിട്ടു. പത്മരാജന്റെ സിനിമയിൽ കൂടി വരുന്നത് ഭാഗ്യമാണ്. ഒരു ശരാശരി സിനിമാ നടന്റെ നിലവാരത്തിലേക്ക് തരം താഴരുത് എന്നാണ് എഴുതിയത്. അടുത്തയാഴ്ച മറുപടി വന്നു. പാവം ക്രൂരൻ എന്ന ഉഗ്രൻ സിനിമയുടെ സംവിധായകനാണല്ലോ താങ്കൾ. പ്രോത്സാഹനത്തിന് നന്ദി. നമുക്കൊരുമിച്ച് വർക്ക് ചെയ്യാൻ ദൈവം അവസരം തരട്ടെ എന്നായിരുന്നു ജയറാമിന്റെ മറുപടി. ആ കത്തിൽ കൂടി തുടങ്ങിയ ബന്ധമാണ്. കടിഞ്ഞൂൽ കല്യാണമായിരുന്നു ആദ്യ സിനിമ. അതിന് സ്ക്രിപ്റ്റ് എഴുതാൻ ജയറാം എനിക്ക് 30,000 രൂപ കടം തന്നിരുന്നു. ഇടയ്ക്ക് സ്ക്രിപ്റ്റ് നിന്നുപോയി. രഘുനാഥ് പാലശ്ശേരിയാണ് എഴുതുന്നത്. പുള്ളി കാശ് വാങ്ങിച്ചിട്ടേ എഴുതൂ. രഘുവിന് ബാക്കി കാശ് കൊടുത്താലേ ബാക്കി സ്ക്രിപ്റ്റ് നടക്കൂ. ഞാൻ ജയറാമിനെ വിളിച്ചു കാര്യം പറഞ്ഞു. പെരുമ്പാവൂർ വാ, അമ്മയുടെ കൈകൊണ്ട് കാശ് വാങ്ങിച്ചാൽ നല്ല രാശിയാണെന്ന് ജയറാം. അങ്ങനെ ജയറാമിന്റെ അമ്മ 30,000 രൂപ തന്നെന്നും രാജസേനൻ അന്ന് ഓർത്തു. ജയറാമിന്റെ മകൾ മാളവികയുടെ വിഭാഗത്തിൽ പങ്കെടുക്കാത്തതിനെ കുറിച്ചും രാജസേനൻ അന്ന് സംസാരിച്ചു. ജയറാമിന്റെ മകൾ ജനിച്ച സമയം മുതൽ ഞാനും എന്റെ ഭാര്യയും എടുത്ത് താലൂരിച്ച മകളാണ്. കാളിദാസ് സിനിമ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒത്തിരി സന്തോഷമായിരുന്നു. എന്റെ വീട് അപ്പുവിന്റെയും ചെയ്യുന്ന സമയത്ത് എന്തൊരു ആഹ്ലാദമായിരുന്നു ഞങ്ങൾക്ക്. മനുഷ്യനല്ലേ, എവിടെയെങ്കിലും ചില സൗന്ദര്യ പിണക്കങ്ങൾ വരാം. അങ്ങനെയൊക്കെ എന്തൊക്കെയോ ആണ്. വിവാഹത്തിന് ഞാൻ വന്നില്ല, അതാണ് സത്യമെന്നും രാജസേനൻ വ്യക്തമാക്കി. അടുത്തിടെയാണ് കാളിദാസ് ജയറാമിന്റെ വിവാഹം നടന്നത്. സിനിമാ രംഗത്ത് നിരവധി പേർ വിവാഹത്തിൽ പങ്കെടുത്തിരുന്നു. മലയാള സിനിമാ രംഗത്ത് ജയറാം ഇന്ന് സജീവമല്ല.